ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി റോസ്റ്റിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ഈ റോസ്റ്റിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെടാതെ നമുക്ക് രാവിലെ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഈസി പീസി അപ്പമാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത്. ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കാരണം ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മളുടെ വീഡിയോയ്ക്ക് നല്ലൊരു റീച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു മിക്സിയിലെ ജാറിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 വലിയ അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 6-7 എണ്ണം വരെയൊക്കെ വേണം കേട്ടോ, എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൻ്റെ പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ നല്ലതുപോലെ ഒന്ന് എന്താ പറയുക ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കോഴ്സ് ഗ്രൈൻഡ് ചെയ്തിട്ടുള്ളത് ഒരുപാട് അങ്ങ് അരഞ്ഞൊന്നും പോകണ്ട കേട്ടോ. അപ്പോൾ ഇനി അതുപോലെ തന്നെ ഞാൻ വേണ്ട 2 എന്താ പറയുക സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം 2 സവാള ഇതുപോലെ നമ്മൾ സാധാരണ ഇറച്ചിക്കൊക്കെ അരിയുന്ന പോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഇത് അത്യാവശ്യം വലുപ്പമുള്ള 2 സവാളയാണ് കേട്ടോ. ചെറിയ സവാളയാണെങ്കിൽ 3 എണ്ണം വരെയൊക്കെ എടുക്കാം കേട്ടോ. അപ്പം ഈ സവാളയൊക്കെ നല്ലതുപോലെ വേണം, എന്നാലും മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് നമ്മളുടെ ഈ ഒരു റോസ്റ്റും കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ റോസ്റ്റ് തയ്യാറാക്കുന്നത് നമ്മുടെ സോസേജ് കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നാട്ടിലാണെങ്കിലും സോസേജൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ്. ഇവിടെ വിദേശത്തൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ മുക്കിലും മൂലയിലും കിട്ടുന്ന ഒരു സാധനമാണ് സോസേജ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഒരു റെസിപ്പിയാണ്. ചിലർ പറയും സോസേജ് അല്ലേ ഇത് അൺഹെൽത്തി അല്ലേ എന്നൊക്കെ പറയും. ശരിയാണ്, അത്രയ്ക്ക് നല്ല ഹെൽത്തിന് നല്ലതൊന്നുമല്ല, എന്നാലും വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മളുടെ സവാളയൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം തേണ്ട അടുപ്പിലോട്ട് വെക്കാം. നമ്മളിപ്പോൾ തയ്യാറാക്കുന്ന സോസേജിന് ഒരു പ്രത്യേകതരം ഒരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ രീതിക്ക് നിങ്ങൾ തയ്യാറാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രമൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. പാത്രം ചൂടാകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഈ റോസ്റ്റ് തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നല്ലൊരു നാടൻ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മൾ സാധാരണ ഓയിലിൽ തയ്യാറാക്കിയാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പം കടുക് ചേർക്കുമ്പം നമ്മളുടെ ഓയിൽ നല്ല ചൂടാണെങ്കിൽ പെട്ടെന്ന് തന്നെ കടുകൊക്കെ പൊട്ടി വരും കേട്ടോ. അപ്പോൾ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1-2 കാണാൻ പറ്റുന്ന തരത്തില്ല ഒരു 2 ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഒന്ന് പൊളിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 നമ്മളുടെ കരയാമ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറുവപ്പട്ട വേണം. അത് ഞാൻ ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ 2-3 കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്, ഒടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചേർത്തുള്ള ഹോൾ സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ, ഒട്ടും തന്നെ കരിഞ്ഞു പോകരുതേ. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നമ്മളിത് മൂപ്പിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഹോൾ സ്പൈസസും നന്നായിട്ടൊന്ന് മൂത്ത് ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു കൂട്ടാണ്. അപ്പോൾ ഈ ഒരു കൂട്ട് ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചച്ചുവയൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല മൂത്ത ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇതളൊക്കെ അങ്ങ് വിട്ടു വന്നോളും. അപ്പോൾ ഇതുപോലെ നമുക്ക് സവാളയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സ്വല്പം ഒരു ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റുവാണെങ്കിൽ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടുന്നതായിരിക്കുമേ. സ്വല്പം സമയം എടുത്ത് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കാണ്ടില്ല. ഇപ്പം നല്ലൊരു ബ്രൗൺ ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. അപ്പം ഇത്രയും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. നമ്മളുടെ നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ, ഒരുപാട് കൂടുതലാക്കുന്നില്ല. കാരണം കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മധുരം ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ തക്കാളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കാവുന്ന രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം.
ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ ടൊമാറ്റോ ഒക്കെ ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്, ഏകദേശം ഒന്ന് വെന്ത് കുഴഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഏതൊരു നോൺ വെജ് കറി ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ റോസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതുപോലെ നമ്മളുടെ സവാളയും അതുപോലെ തന്നെ നമ്മളുടെ തക്കാളിയൊക്കെ വെന്തുടയണം കേട്ടോ. എനിക്ക് മാത്രമേ നല്ലൊരു ടേസ്റ്റ് നമ്മളുടെ കറിക്ക് ഉണ്ടാവുള്ളൂ. അപ്പം നന്നായിട്ട് വെന്തുടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ സ്റ്റേജിൽ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ പുതുമയായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ നമ്മളുടെ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ ചേർക്കാറുള്ളത് പോലെ തന്നെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ സ്വല്പം പെരിഞ്ജീരക പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം ഹൈ ആണെങ്കിൽ അത് ലോയിലേക്ക് മാറിയതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ച ചുവയൊക്കെ നമുക്കൊന്ന് നല്ലതുപോലെ മാറ്റിയെടുക്കാം. പച്ചച്ചുവ മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നോൺ വെജ് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന സോസേജ് ആയതുകൊണ്ട് തന്നെ അതിനകത്തൊന്നും പ്രത്യേകിച്ച് വെള്ളം ഇറങ്ങാനൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ഗ്രേവി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഗ്രേവി ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് സോസേജ് ചേർത്ത് കൊടുക്കത്തുള്ളൂ. ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിള കയറി വരണം. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സോസേജ് ചേർത്ത് കൊടുക്കാം. സോസേജ് ഞാനിവിടെ കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മീറ്റ് മസാല ചേർത്തിട്ടാണ് ഞാനിത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. ഒരു 30 മിനിറ്റോളം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. മുളക് പൊടിയുടെ അളവൊന്നും അങ്ങനെ കൂടി പോകാനായിട്ട് പാടില്ല, കാരണം നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മളിവിടെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കാശ്മീർ റെഡ് ചില്ലി പൗഡർ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വലിയ എരിവൊന്നുമില്ല, എന്നാലും നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങളതെല്ലാം ബാലൻസ് ചെയ്യേണ്ടതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിതിൽ ഒരുപാട് അങ്ങ് വെള്ളം ചേർത്ത് കറി പോലൊന്നും ആക്കുന്നില്ല, കാരണം വെച്ചാൽ നമ്മളിതൊരു റോസ്റ്റ് പരുവത്തിലാട്ടോ എടുക്കുന്നത്. അപ്പം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ജസ്റ്റ് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ, ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാമേ. ഏകദേശം ഒരു 10 മിനിറ്റോളം എങ്കിലും നമ്മളിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കണം. നല്ല ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അല്ലെങ്കിലും നമ്മൾ ഈ സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്ന റെസിപ്പീസിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളുക. അപ്പോൾ നമുക്ക് ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയും കൂടെ നോക്കാം. നമ്മുടെ ഈസി പീസി അപ്പം തയ്യാറാക്കാനായിട്ട് ആദ്യമേ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പം ഈ മിക്സിയുടെ ജാറിലോട്ട് ആദ്യമേ തന്നെ നമുക്ക് 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയോ വറക്കാത്ത റവയോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാമേ. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാടങ്ങ് കൂടി പോകണ്ട, ഈ ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് ഗോതമ്പ് എന്ന രീതിക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു 1/4 കപ്പോളം അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് ചേർക്കുമ്പോൾ നല്ലൊരു മയമാണ് നമ്മളുടെ അപ്പത്തിന് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ പാലപ്പം ഉണ്ടാക്കുവാണെങ്കിലും കപ്പി കാച്ചുന്നതിന് പകരം ഇതൊരു ചോറോ അല്ലെങ്കിൽ അവലൊക്കെ നമ്മൾ കുതിർത്തത് ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പത്തിന് നല്ല മയം കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പോളം ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാരയാണ്. 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ അളവിൽ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ 1 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ച് വരണം കേട്ടോ. അപ്പം നമ്മൾ ഈ അപ്പം ഒരുപാട് നേരം അങ്ങനെ പുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ ഉള്ളിൽ നമുക്ക് ഇത് നല്ലതുപോലെ പുളിച്ച് പൊങ്ങിയൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം അരച്ച ആ ഒരു പേസ്റ്റ് നമുക്ക് നമ്മളുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒന്നും ചേർത്ത് അങ്ങനെ ലൂസായി പോകരുത്. നമ്മളുടെ സാധാരണ നമുക്കൊരു അപ്പത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു രീതിക്ക് തന്നെ നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് പുളിപ്പിക്കാനായിട്ട് അനുവദിക്കാം. ഒരു അരമണിക്കൂർ മതിയാവും. എനിക്ക് അരമണിക്കൂർ വേണ്ടി വന്നുള്ളൂ. ഇവിടുത്തെ ടെമ്പറേച്ചർ നല്ല കൂടുതലാണ്, അരമണിക്കൂർ വേണ്ടി വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂർ എടുക്കുമായിരിക്കും. എന്തായാലും അതിന് മുന്നേ തന്നെ നമ്മുടെ അപ്പം റെഡിയായി കിട്ടും. രാവിലെ എണീറ്റ് ഒന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേ കറി ഉണ്ടാകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ അപ്പമൊക്കെ പൊളിച്ച് നമുക്ക് നല്ല രീതിക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേ നമ്മളുടെ അപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇത് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ സാധാരണ അപ്പമൊക്കെ ചുട്ടെടുക്കുന്ന പോലെ കല്ലിൽ നന്നായിട്ട് അങ്ങോട്ട് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കല്ലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് പരത്തിയൊന്നും എടുക്കരുത്. നമ്മൾ സാധാരണ നമ്മുടെ കള്ളപ്പമൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു രീതിക്ക് തന്നെ എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. ചെറുതായിട്ട് ഒന്ന് പരത്തി, ഒരുപാട് അങ്ങ് പരത്തി ദോശപ്പരുവൊന്നും ആക്കരുതേ. മുകൾ ഭാഗത്ത് ഇതുപോലെയൊക്കെ ഒരു ഹോൾസ് വന്ന് തുടങ്ങുമ്പം നമ്മൾ ഇത് അടച്ച് വെക്കണം. ആ ഒരു സമയത്ത് മാത്രം അടച്ച് വെച്ച് നമ്മൾ ഒരു 1-2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് തിരിച്ചിട്ടും കുക്ക് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ്. ഞാനിപ്പോൾ ഒന്ന് തിരിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ അപ്പം ചുട്ട സമയം കൊണ്ട് നമ്മളുടെ റോസ്റ്റ് ഉണ്ടല്ലോ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ വെള്ളമൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ട് തന്നെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് എടുത്താൽ മതി കേട്ടോ. കറി പോലെ ആക്കേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു രീതിക്ക് എടുത്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മല്ലിയില കൂടെ വിതറി ഗാർണിഷ് ചെയ്യുവാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. അടിപൊളി. അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല, ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും ചോറിനൊപ്പം കഴിക്കാനും ഒരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ ബൈ.